ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മകൾ തന്നൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പൊളിച്ചേരെ എനിക്കൊരു കൗതുകം തോന്നി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോള് എന്ന് വെച്ചാൽ എൻ്റെ മോൾ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അറിയാതെ അവളെന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു ഗിഫ്റ്റാണ് ഇത്. നല്ല രസമുണ്ട് കാണുക. ഒരു കരടിക്കുട്ടൻ്റെ മുഖമെല്ലായിട്ടുള്ളൊരു ഗിഫ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഞാൻ കാണാതെ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ കാണാതെ പമ്മി ഉണ്ടാക്കി ബർത്ത്ഡേൻ്റെ അന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഇത്. നോക്കിയേ. എന്നിട്ട് ഇവിടെ ഒരു ഓപ്പണും, ഇതിൻ്റെ തലയിലൊരു ഓപ്പണായിട്ട് ഇതാ കുറേ സാധനങ്ങളുണ്ട്. ഇതാ ആദ്യം തന്നെ ഒരു ചെറിയൊരു ഗ്രീറ്റിംഗ് പോലെ. നോക്കിയേ, ഹാപ്പി ബർത്ത്ഡേ മാം. പിന്നെ ഇതതിൻ്റെ ബാക്കിൽ മൈ പാരൻസ് ആർ ഗോഡ് ഗിഫ്റ്റ് ഫോർ മീ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ നോക്കിയത് നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നൊരു നല്ല ഭംഗിയാണ്. പിന്നെ ഒരു ചോക്ലേറ്റാണ് ഉള്ളത്, ഗാലക്സിൻ്റെ ഒരു ചോക്ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒക്കെ കഴിക്കണം എന്നിട്ട് വാങ്ങിയതാണ് ഇത്. ഞാനറിയില്ല എനിക്ക് ഗിഫ്റ്റ് തരാനാണ് അവൾ വാങ്ങിയെന്നുള്ളത്. ഭയങ്കര സന്തോഷമായി കേട്ടോ. ശരിക്കും ഒരു ഗോൾഡ് കിട്ടിയവരെ എനിക്ക് ഇത്ര അധികം സന്തോഷം ഉണ്ടാവില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ തന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇതാ ഒരു ക്യാൻഡി ഉണ്ട്. ദെൻ നോക്കട്ടെ എന്താ ഉള്ളത്. ഇതാ പിന്നെ ഒരു ക്യാൻഡി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീണതാണ് ഇത്, ഒരു പേപ്പർ കഷ്ണം. ശരിക്കും പറഞ്ഞതാ ഞാൻ ഇതിങ്ങനെ ഉണ്ടായേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തുള്ള ഈ സാധനം ഫുള്ള് പിന്നെല്ലാം ചെയ്തിട്ടുണ്ടായത്. ഇങ്ങനെ പൊളിച്ച് നോക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പേപ്പർ തുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ പൊളിച്ച് നോക്കിന്. അപ്പോൾ ആ പൊളിച്ചിട്ട് ഇതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. നോക്കിയാൽ ഐ ലവ് മൈ മാം. പിന്നെന്നുള്ള വെച്ചാൽ മൈ മദർ ഈസ് വെരിൻ്റെ സ്പെല്ലിങ് ചെറിയൊരു തെറ്റുണ്ടാകും, പ്രശ്നമില്ല. എൻ്റെ മോൾ എന്നാലും ഇങ്ങനെ ഇത്രയും ആക്കിയിട്ട് എനിക്ക് തന്നില്ല. വെരി ക്യൂട്ട് എന്ന് വേണ്ടത് വെരി കട്ടനായിപ്പോയി കേട്ടോ. പിന്നെ ശരി, നമ്മളൊന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്രയും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അവൾ ഇത്രയെങ്കിലും അൽഹംദുലില്ലാ ഇത്രയെങ്കിലും അറിയില്ല. മൈ മദർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. മൈ മദർ ഈസ് വെരി സ്വീറ്റ്. പിന്നെ ഉള്ള വെച്ചാൽ ഒരു ഓറഞ്ചിൻ്റെ ചെറിയ ഉള്ളിൽ സ്പോഞ്ചെല്ലാം ചെയ്തിട്ട് ഒരു സ്മൈലി കേട്ടോ. ഒരു ഓറഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു സ്മൈലിയാണ് കഴിഞ്ഞോ. പിന്നെ എല്ലാം ഉണ്ട്. എൻ്റെ എല്ലാ ഗിഫ്റ്റൊക്കെ പാറിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് എല്ലാ പേപ്പർ തുണ്ടായത് കൊണ്ട് തന്നെ. പിന്നെ അത് ചെറിയൊരു സ്മോൾ ബുക്ക് കേട്ടോ. ഇതൊക്കെയാണ് ഗിഫ്റ്റ്. അയ്യോ എൻ്റെ ഇതെല്ലാം പാറിപ്പോ കാണിച്ച് എല്ലാം പാറിപ്പോകുന്നത്. അപ്പോൾ കാറ്റുണ്ട് കേട്ടോ ഇവിടെ. കാറ്റെന്ന് വെച്ചാൽ കൊടുങ്കാറ്റൊന്നുമില്ല, ഫാൻ്റെ കാറ്റാണ്. ഇത് നോക്കിയേ, ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻ്റ് ആക്കുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇത് നല്ല നല്ല സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഇതൊരു കൗതുകം തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. പിന്നെ എൻ്റെ മകൾ വണ്ണം വെച്ചിട്ട് വലുതായി കഴിഞ്ഞാൽ ഒരു ദിവസം അവൾ തന്നൊരു ഗിഫ്റ്റ് നോക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലേ. ഇതിപ്പോൾ നമ്മളെടുത്ത് കിട്ടി പിന്നെ നമ്മളെടുത്ത് കളഞ്ഞു പോകും. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കളഞ്ഞു പോയില്ലല്ലോ. എന്ന് നോക്കിയാൽ അത് അവിടെ ഉണ്ടാവില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു ലൈക്കെങ്കിലും അടിക്കണേ.